ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേരാണ് വേൽമാറൽ, കന്ദസഷ്ടി കവചം, തിരുപ്പുകൾ, കന്ദനലങ്കാരം, കന്ദനനുഭൂതി ഇതൊക്കെ ചോദിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും സകല പ്രശ്നങ്ങൾക്കും ഈ പുസ്തകങ്ങളിൽ അതിലൊരു പരിഹാരമുണ്ട്. വേൽമാറൽ കന്ദസഷ്ടി കവചം നിത്യവും പാരായണം ചെയ്യുന്നത് നമുക്കതൊരു ലൈഫ് പ്രൊട്ടക്ഷനാണ്. ആരോഗ്യപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള മറ്റെല്ലാ പ്രശ്നങ്ങൾക്കും അതൊരു വഴികാട്ടിയായിട്ട് ആ പുസ്തകം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വേൽമാറലും കന്ദസഷ്ടി കവചവും മലയാളം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്താൽ മതി. നമ്പറും സൈറ്റും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. പക്ഷേ തിരുപ്പുകളും കന്ദനലങ്കാരവും കന്ദനനുഭൂതിയും മലയാളം ഇപ്പോൾ അവൈലബിൾ അല്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും സകല പ്രശ്നങ്ങൾക്കും ഈ പുസ്തകങ്ങൾ നിത്യവും പാരായണം, അതിലെ ഓരോ വരികളും അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗൂസ് ബംസ് വരും. മുരുകനെ കൂടുതൽ അറിയുമ്പോൾ, മുരുകനിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ശക്തിയും അതിൻ്റെ മഹത്വവും, ഭഗവാന്റെ മഹത്വവും നമ്മൾ ഇത്രയും കാലം അറിയാതെ പോയല്ലോ എന്ന് ആലോചിച്ച് നമുക്ക് തന്നെ വിഷമവും കുറ്റബോധവും തോന്നും. നിങ്ങൾ എത്രയോ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ പരിഹാരം അവിടെയുണ്ട്. ഉദാഹരണം, കന്ദനലങ്കാരത്തിലെ 38ാമത്തെ പാടലായിട്ടുള്ള നാളിൻ സെയ്യും എന്ന് തുടങ്ങുന്ന വരി, അത് ഞാനിവിടെ പറയാം. ഇപ്പം മലയാളം പുസ്തകം അവൈലബിൾ അല്ലെങ്കിലും കന്ദനലങ്കാരമാണെങ്കിലും കന്ദനനുഭൂതിയാണെങ്കിലും തിരുപ്പുകളാണെങ്കിലും ഞാനത് തമിഴിൽ പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കി തരാം. അത് മലയാളത്തിൽ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളതും എഴുതി കാണിക്കാം. നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് തിരുപ്പുകളാണെങ്കിലും കന്ദനലങ്കാരമാണെങ്കിലും കന്ദനാനുഭൂതിയാണെങ്കിലും നമ്മൾ ചാനലിലൂടെ പറഞ്ഞു തരുന്നതാണ്. എനിക്ക് കുറച്ച് സമയം മാത്രം തന്നാൽ മതി. ഞാൻ നമ്മുടെ ചാനലിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് കന്ദരലങ്കാരത്തിലെ അരുണഗിരിനാഥ സ്വാമി എഴുതിയ കന്ദരലങ്കാരത്തിലെ 38ാമത്തെ ഭാഗം വരികൾ നോക്കാം, ഒപ്പം അർത്ഥവും. നാളിൻ സെയ്യും. നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എന്ത് ചെയ്യും? നമ്മുടെ ജാതകപ്രകാരം, നമ്മുടെ ഗ്രഹനിലകൾ പ്രകാരം, നമ്മൾ ജനിച്ച സമയത്ത് ഗ്രഹനിലകൾ പ്രകാരം നമുക്കൊരു ജാതകം എഴുതിയിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ അനുഭവിക്കണം, നമ്മുടെ കർമ്മവിനകൾ, നമ്മുടെ മുൻജന്മ പാപദോഷങ്ങളെല്ലാം കൂട്ടിയും കഴിച്ചുമൊക്കെ ബ്രഹ്മദേവനൊരു കണക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഇന്ന സമയത്ത് ഇന്ന തീയതിയിൽ ഇന്ന നേരത്ത് ഇതുപോലെയൊക്കെ നീ അനുഭവിക്കണം, ദുരിതങ്ങൾ അനുഭവിക്കണം. ശനിദോഷം, അഷ്ടമശനി, ജന്മശനി, പാദശനി, കണ്ടകശനി കൊണ്ടേ പോകുമെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഓരോ ദോഷങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ജാതകത്തിൽ. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് എന്ത് തന്നെ ദോഷമുണ്ടെങ്കിലും, ചന്ദ്രാഷ്ടമോ അല്ലെങ്കിൽ അഷ്ടമിയോ എന്ത് തന്നെ നമുക്ക് ദോഷമുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ആ ദിവസം, ഇന്ന രീതിയിൽ ഞാൻ ദുരിതം അനുഭവിക്കണമെന്ന് ബ്രഹ്മദേവൻ അവിടെ കണക്ക് എഴുതി വെച്ചാൽ പോലും എന്നെ എന്ത് ചെയ്യാൻ പറ്റും? നാളിൻ സെയ്യും, വിനയ്താണിൻ സെയ്യും. അതായത് വിനയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മവിനകൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കർമ്മവിനകൾ എന്ന് പറയുന്നത് നമ്മുടെ മുൻജന്മ പാപദോഷങ്ങൾ, പിതൃക്കളായിട്ട് ചെയ്തു വെച്ച ദോഷങ്ങൾ, അത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങളല്ലേ. ഈ ജന്മത്തിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എനിക്കതിന്? എൻ്റെ പിതൃക്കളായിട്ട് ഉണ്ടാക്കി വെച്ച ദോഷങ്ങൾക്കൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതിനെന്തിനാണ് ഞാൻ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നത്? എൻ്റെ തെറ്റല്ലല്ലോ. ഇനി അങ്ങനെ തന്നെ കർമ്മവിനകൾ ഉണ്ടെങ്കിലും ആ കർമ്മവിനകൾ കൊണ്ട് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? വിനയ്താണെൻ ചെയ്യും. കർമ്മവിനകൾ എന്ത് ചെയ്യും എന്നെ? എന്നെ നാടി വന്ന കോളിൻ ചെയ്യും. ആ ശനി ഭഗവാൻ തേടി വരികയാണ് ശനിദോഷം തരാനായിട്ട്. അഷ്ടമശനിയുടെ രൂപത്തിലോ പാദശനിയോ ജന്മശനിയോ കണ്ടകശനിയോ ഇത് നമുക്ക് തരാൻ വേണ്ടി തേടി വരികയാണ്. വന്നോട്ടെ, എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഗുരുഭഗവാൻ വരികയാണ് ശുക്രദോഷം തരാൻ വേണ്ടി. ഇനി രാഹുവോ കേതുവോ ഓരോരുത്തർ അവരുടെ റോള് ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ തേടി വരികയാണ്. വന്നോട്ടെ, എന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്നെ ഈ നാടി വന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തേടി വരുന്ന കോളിൻ ചെയ്യും. ഇവരൊക്കെ തന്നെയും എന്നെ തേടി വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും? കൊടും കൂട്ടൻ ചെയ്യും. അതായത് ഇതൊക്കെ പോട്ടെ, ആ യമദേവൻ പോലും വരട്ടെ, എന്ത് ചെയ്യാൻ പറ്റും എന്നെ? എന്താണ് അപ്പം ധൈര്യം? കുമരേശർ
കുമരേശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരുകൻ. കുമരേസർ ഇരു താളും സിലമ്പും സതങ്കയും തണ്ടയും ഷൺമുഖമും തോളും കടമ്പും എനക്ക് മുന്നേ വന്ന് തോன்றினே. അതായത് ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ഇരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ഇരു താളും സിലമ്പും സതങ്കയും തണ്ടയും. ഒന്ന് കണക്ക് കൂട്ടിക്കേ. ഇരു താളും ഇരു സിലമ്പും ഇരു സതങ്കയും ഇരു തണ്ടയും. 4 വസ്തുക്കൾ. 4 × 2 8. 8 വസ്തുക്കളായി. ഇതൊക്കെ ഭഗവാന്റെ കയ്യിലുള്ള വസ്തുക്കളാണ്. 4ഉം 2ഉം 8. ഇപ്പോൾ മൊത്തം 8 വസ്തുക്കളായി. ഷൺമുഖമും തോളും. ഷൺമുഖൻ്റെ തോളുകൾ. എത്ര തോളുകളാണ് ഭഗവാൻ സുബ്രഹ്മണ്യനുള്ളത്? ആറുമുഖന് എത്ര തോളുകളുണ്ട്? 12 തോളുകളുണ്ട് അല്ലേ? അപ്പോൾ 12 + 8. ഓൾറെഡി ഒരു 8 വസ്തുക്കൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ 12ഉം 8ഉം 20 ഇനി ഷൺമുഖന് എത്ര മുഖങ്ങളുണ്ട്? ആറുമുഖന് 6 മുഖങ്ങളുണ്ട്. അപ്പോൾ 20ഉം 6ഉം 26 പിന്നെ ഒരു വസ്തു കൂടി ഭഗവാന്റെ കയ്യിലുണ്ട്, കടമ്പും. അപ്പോൾ എത്രയായി? 27 26ഉം 1ഉം 27 27 നക്ഷത്രങ്ങളെ നോക്കി നീ ഭയപ്പെടേണ്ടതില്ല. നിൻ്റെ കർമ്മവിനകളെക്കുറിച്ചോർത്ത് നീ ഭയപ്പെടേണ്ടതില്ല. ഗ്രഹങ്ങളെക്കുറിച്ചോ ശനി ഭഗവാനെക്കുറിച്ചോ ശനി ദോഷത്തെക്കുറിച്ചോ മുൻ ജന്മ പാപ ദോഷങ്ങളെക്കുറിച്ചോ നീ ഭയപ്പെടേണ്ടതില്ല. ആ 27 നക്ഷത്രങ്ങളെക്കുറിച്ച് ഭയപ്പെടാതെ മുരുകൻ്റെ കയ്യിലുള്ള 27 വസ്തുക്കളെ നോക്കിയാൽ മതി. ഭഗവാൻ കൂടെ നിന്ന് വഴി കാണിക്കും എന്നാണ് അർത്ഥം. ഇനി ഒന്നുകൂടെ ഞാൻ ഈ ഭാഗം വായിക്കാം. நாளின் செய்யும் வினைதானின் செய்யும் என்னை நாடி வந்த கோளின் செய்யும் கொடும் கூற்றென் செய்யும் குமரேசர் இரு தாளும் சிலம்பும் சதங்கையும் தண்டையும் ஷண்முகமும் தோளும் கடம்புം எனக்கு മുന്നേ വന്ന് തോன்றினே. മുരുകാന്ന് വിളിച്ചാൽ മതി. എത്ര വലിയ ദോഷമുണ്ടെങ്കിലും മുരുകാന്ന് വിളിച്ചാൽ മതി. നിനക്ക് മുൻപും പിൻപും ഇടത്തും വലത്തുമായി വേലോടുകൂടി ഭഗവാൻ മുരുകൻ നിൻ്റെ കൂടെ നടക്കും. ആത്മാർത്ഥമായിട്ട് വിളിച്ചാൽ മതി. മനസ്സ് സങ്കടപ്പെട്ടിരിക്കുകയാണോ? ദുരിതങ്ങളുണ്ടോ? സഹിക്കാൻ പറ്റുന്നില്ലേ? ഗുരുസ്ഥാനമാണ് തിരുച്ചെന്തൂരിലുള്ളത്. 6 പടയപ്പൻ അവിടെ ഉണ്ട്. ഭഗവാൻ മുരുകനുണ്ട്. തേടി പോയാൽ മതി. ഒന്ന് അവിടം വരെ പോയിട്ട് വരിക. സകല പ്രശ്നങ്ങളും തീർന്നു. പലർക്കും ഇപ്പോഴും പേടിയാണ് വീട്ടിൽ വിളക്ക് വെക്കാൻ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ വെക്കാൻ, അമ്പലത്തിൽ പോവാൻ പോലും, ദിവസവും അമ്പലത്തിൽ പോവാൻ പോലും പേടിയുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ അതൊക്കെ അങ്ങനത്തെ സ്റ്റോറി കേൾക്കുമ്പോൾ എനിക്ക് ആശ്ചര്യമാണ്. എനിക്ക് ആശ്ചര്യത്തിൽ കൂടുതലൊന്നും തോന്നുന്നില്ല. കാരണം ഞാൻ നിത്യവും വിളക്ക് വയ്ക്കുന്നു, പൂജിക്കുന്നു, അഭിഷേകം ചെയ്യുന്നു. വീട്ടിൽ ദിവസമല്ല, വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അഭിഷേകം ചെയ്യുന്നു, അമ്പലത്തിൽ പോകുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പേടിയാണ്, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യരുത് എന്ന് പറയുന്നവരെ എനിക്ക് അത്ഭുതത്തോടെ മാത്രമേ നോക്കാൻ സാധിക്കുന്നുള്ളൂ. കാരണം വിളക്ക് വെച്ച് നിനക്ക് എന്ത് ലഭിച്ചു എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഭഗവാൻ അറിയാൻ കഴിഞ്ഞു. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ചോദിക്കേണ്ടത്? എനിക്ക്, അല്ലെങ്കിൽ എന്നെപ്പോലെ ഭഗവാനിൽ വിശ്വസിക്കുന്നവർക്ക് ഭഗവാൻ അറിയാൻ കഴിയും. ആത്മാർത്ഥമായിട്ട് എന്തോ ചെയ്യണം എന്നുള്ളതിൻ്റെ പേരിൽ ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ആർക്കോ വേണ്ടി ചെയ്യുന്നതിനേക്കാൾ നല്ലത് അത് ചെയ്യാതിരിക്കുക തന്നെയാണ്. ഒരു കടമ എന്ന രീതിയിൽ അത് ചെയ്തു പോവരുത്. അത് അനുഭവിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്, ആത്മാർത്ഥമായി മാനസികമായി ചെയ്താൽ മാത്രമേ നമുക്കവിടെ ഫലം കിട്ടുള്ളൂ. അതാണ് വ്യത്യാസം. നമ്മളൊരു കാര്യം ചെയ്യുന്നതും അത് അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുമ്പോഴും കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഭഗവാനിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, വിളക്ക് വെക്കുന്നത് കൊണ്ട് സമ്പത്തിൻ്റെ കൊടുമുടിയിൽ പോയി നിൽക്കുമെന്ന് അർത്ഥം വരുന്നില്ല. പണം വേണം, തീർച്ചയായിട്ടും ജീവിക്കാൻ പണം വേണം, അതിലെതിരഭിപ്രായമില്ല. പക്ഷേ ആരോഗ്യം വേണം, മനസ്സമാധാനം വേണം, സന്തോഷം വേണം, നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കണം. ഇതും വളരെ അത്യാവശ്യമാണ്. പണം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഞാൻ വാടക വീട്ടിലാണ്. ഞാൻ നിത്യം വിളക്ക് വയ്ക്കുന്നു, പൂജ ചെയ്യുന്നു, കുറേ കാര്യങ്ങൾ, ക്ഷേത്ര ദർശനം ചെയ്യുന്നു. വാടക വീട്ടിലാണ്. എനിക്ക് പ്രശ്നമില്ല. കാരണം സന്തോഷമായിട്ട്, മനസ്സമാധാനമായിട്ട് എന്നെക്കൊണ്ട് നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. എനിക്കത് മതി. ഞാൻ സന്തോഷവതിയാണ്. സന്തോഷവും
പോരായ്മകളും അതൊക്കെ നമുക്ക് മാനസികമായി നമ്മളെ ബാധിക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഞാനൊരു വാടക വീട്ടിലാണ് എന്ന് കരുതി എനിക്ക് ദുഃഖമില്ല. കാരണം എനിക്ക് വാടക വീട്ടിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സമാധാനമായിട്ട് എൻ്റെ കാര്യങ്ങൾ 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. വാടകയ്ക്കാണെങ്കിലും ഒരു വീടുണ്ട്, കുഞ്ഞിനെ പഠിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്, ആരോഗ്യമുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചോദിക്കേണ്ടത്? സ്വന്തമെന്ന് നമുക്കൊന്നും ഈ ഭൂമിയിലില്ല. സ്വന്തമായി ഞാനത് വാങ്ങിച്ചു. എത്ര കാലം എനിക്കതിൻ്റെ അവകാശം എനിക്കത് കൊണ്ടു നടക്കാൻ പറ്റും? ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും വാടകയ്ക്ക് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അതിലത്രയേ ഉള്ളൂ. നമ്മളതെങ്ങനെ ഏത് തരത്തിലെടുക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ സുഖദുഃഖങ്ങളുള്ളത്. ഒന്നും തന്നെ നമുക്ക് സ്വന്തമായിട്ടില്ല. സ്വന്തമായിട്ട് നമുക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ. അത് നമ്മളെ ജീവിതാവസാനം വരെ അല്ലെങ്കിൽ അടുത്ത ജന്മങ്ങളിലായത് പിന്തുടരുന്നു, അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, നമ്മളെപ്പോഴോ എവിടെയോ ആർക്കോ വേണ്ടി ചെയ്തതൊന്ന് നമുക്കത് മറ്റൊരു അവസരത്തിൽ മറ്റൊരു ദിവസത്തിൽ ഭഗവാൻ അത് നമുക്ക് തിരിച്ച് കരുതി വെച്ചിട്ടുണ്ട്. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും മറ്റൊരവസരത്തിൽ നമുക്ക് വേണ്ടി അത് കരുതി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല കർമ്മങ്ങൾ ചെയ്യുക, നല്ല മനസ്സിനുടമയായിരിക്കുക. നമ്മളിപ്പോൾ ഒരാളെ പറ്റിച്ചോ, സന്തോഷിക്കേണ്ട. പറ്റിക്കപ്പെടാൻ മറ്റൊരവസരത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ, ഒരുപക്ഷെ നിങ്ങളെക്കൊണ്ട് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പറ്റിക്കപ്പെടാൻ തയ്യാറായിരിക്കുക. കർമ്മ തീർച്ചയായിട്ടും അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ ഒരാളുടെ സങ്കടം തുടച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് സഹായത്തിന് വേണ്ടി നിങ്ങളുടെ കൈകൾ നീട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത, നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സമയത്ത് അദൃശ്യമായിട്ടുള്ള കരങ്ങൾ നിങ്ങളിലേക്ക് എത്തും. അത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് അനുഭവിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ ആ കർമ്മം ചെയ്യുക. നല്ലതാണെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ അനുഭവിച്ച് തന്നെ ആകണം. അതേപോലെ ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ഇട്ടപ്പോൾ ശത്രു സംഹാരത്തിന് വഴിപാട് ചെയ്യാം അമ്പലത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമൻറ്റാണ്, യഥാർത്ഥ ഒരു ഭക്തന് ശത്രുക്കൾ ഉണ്ടായിരിക്കുമോ? ശത്രു സംഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ നശിപ്പിക്കാനുള്ളൊരു മനസ്സ്, അപ്പോൾ ആ ഒരു ഡിവോട്ടിക്ക്, ഒരു ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളെ നശിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു ആ കമൻറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി കേട്ടോ. കാരണം നമ്മൾ പറയുന്നത് വളരെ തെറ്റായ ഒരു അർത്ഥത്തിൽ എടുക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത്. ശത്രു സംഹാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ നശിപ്പിക്കുക എന്നുള്ള അർത്ഥമല്ല. നമ്മൾ അത്രയും ചിന്തിക്കേണ്ട കാര്യമില്ല. ശത്രു എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെ ആയിരിക്കണമെന്നില്ല. നമുക്ക് ദൃഷ്ടിദോഷങ്ങളുണ്ട്, കർമ്മവിനകളുണ്ട്. ഇതൊക്കെ നമ്മൾ ശത്രുക്കളായി കാണാം. നമുക്ക് ഇപ്പോൾ ഒരാളുടെ, അത് നല്ലതോ ചീത്തയോ ആവാം. നമ്മളിപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ നന്നായി വസ്ത്രം ഉടുത്ത് ഒരുങ്ങി ഭംഗിയായി പോകുന്നു. ഭർത്താവുമായിട്ട് വളരെ സന്തോഷമായിട്ട് ചിരിക്കുന്നു, സംസാരിക്കുന്നു, സെൽഫി എടുക്കുന്നു. അപ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ ആ പെൺകുട്ടിയുടെ സാരി നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ ആ പുരുഷൻ എന്ത് ഭംഗിയാണ്, അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം വളരെ മനോഹരമായിട്ടാണ്, അവർ കാണാൻ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്, എത്ര സ്നേഹത്തിലാണ് ആ ഭാര്യയും ഭർത്താവും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. തെറ്റായ അർത്ഥത്തിൽ ചിന്തിക്കുന്നവരുണ്ട്, നല്ല അർത്ഥത്തിൽ നല്ല രീതിയിൽ ചിന്തിക്കുന്നതുമുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു കൺദൃഷ്ടി ദോഷം പോലെ നമുക്ക് വന്ന് ഭവിക്കും. അപ്പോൾ പല രീതിയിലാണ് നമ്മൾ ഈ ശത്രുക്കളെ കാണേണ്ടത്. ഇങ്ങനെയുള്ള കൺദൃഷ്ടി ദോഷങ്ങളോ കർമ്മവിനകളോ, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ, മനുഷ്യരാണ്, നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ഉടലെടുക്കുന്ന ദേഷ്യം, മുൻകോപം, അസൂയ, ഇത്തരം വികാരങ്ങളാകുന്ന ശത്രുവിനെ നശിപ്പിക്കുക, ഇല്ലാതാക്കുക എന്നർത്ഥം. അത്രയും കരുതിയാൽ മതി. അല്ലാതെ ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ എങ്ങനെയാണ്? ഭഗവാനെ ആത്മാർത്ഥമായിട്ട് കുടിയിരുത്തിയിട്ടുള്ള ഒരു ഉള്ളത്തിൽ എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ സാധിക്കുക? ഒരു യഥാർത്ഥ ഭക്തന് ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ അവൻ്റെ നാശം, അവൻ്റെ പതനം അവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം. ഞാൻ ചിന്തിക്കാറില്ല. എനിക്കെല്ലാവരും നന്നായിട്ടിരിക്കണം. എന്നെ സ്നേഹിക്കുന്നവരും എന്നെ ദ്രോഹിച്ചവരും പരിഹസിച്ചവരും മാറ്റി നിർത്തിയവരും എല്ലാവരോടും സ്നേഹം മാത്രം. അത് ഭഗവാനെ അറിഞ്ഞതുകൊണ്ടാണ്. ഭഗവാനിൽ
അലിയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ അത്രമാത്രം ചിന്തിക്കുക. നമ്മൾ ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയെന്ന് വിചാരിക്കുന്നു, വിട്ടുപോകുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കന്തരലങ്കാരത്തിലെ നാളിൻ ചെയ്യും എന്നുള്ളത് ദിവസവും ഒരു തവണ ആത്മവിശ്വാസത്തോടു കൂടി ഗംഭീരത്തോടു കൂടി നിങ്ങൾ പറഞ്ഞു നോക്കുക. വരികൾ മലയാളത്തിൽ ഇവിടെ എഴുതി കാണിക്കും, അത് ചൊല്ലുക. അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അർത്ഥം മനസ്സിലാക്കി നമ്മൾ ചുമ്മാ അത് പറയുന്നതിനേക്കാൾ നല്ലത് അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോൾ അത് തരുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇനി മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് വളരെ ബുദ്ധിമുട്ടി ഇനി ലൈഫിലൊരു ഹോപ്പില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തിരുച്ചെന്തൂരിലേക്ക്, ആ പുണ്യഭൂമിയിലേക്ക് പോയിട്ട് വരിക. അഷ്ടമശനിയോ ജന്മശനിയോ മറ്റെന്തെങ്കിലും ദോഷങ്ങളൊക്കെ ജാതകപ്രകാരം ഉണ്ടെങ്കിൽ തന്നെ പുരുഷനാണെങ്കിൽ മുട്ടയടിക്കുക. അവിടെ പോയി മുടി കൊടുക്കുന്നത് വളരെ നല്ല ഫലം തരും. മടിപ്പിച്ച എടുക്കാം. മടിപ്പിച്ചയുടെ പല വീഡിയോസും ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോക്കുക. ഒരുപാട് ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ പുരോഗമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോയിലൂടെ. നിത്യവും കാണാൻ സപ്പോർട്ട് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു പുരോഗമനത്തിന് നമ്മുടെ വീഡിയോസ് ഹെൽപ്ഫുള്ളായിരിക്കും. അതേപോലെ തന്നെ നമുക്കൊരു ബ്രഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പുണ്ട്. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ഈ ഗ്രൂപ്പിൽ പങ്കുചേരാൻ, ഒപ്പം വരാൻ, കൂടെ കൂടാൻ ജോയിൻ ചാനലിൽ തൊട്ടടുത്ത് ജോയിൻ എന്നുള്ളൊരു ഐക്കൺ കാണാം. അതിൽ പോയി ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സസ് ടു ബ്രഹ്മമുഹൂർത്ത എന്ന ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ അംഗമാവുക കേട്ടോ. എല്ലാവിധ ബ്രാസ് ഐറ്റംസിനും പൂജാ സാധനങ്ങൾക്കും www.vibeslalwal.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ 9656000642 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും മതി. ഇതാണ് ആ വരികൾ. ഭഗവാൻ സുബ്രഹ്മണ്യനെക്കുറിച്ച്, മുരുകനെക്കുറിച്ച് അരുണഗിരിനാഥ സ്വാമി എഴുതിയ വളരെ പ്രശസ്തമായിട്ടുള്ള കന്തരലങ്കാരത്തിലെ വരികൾ. ഒരിക്കൽ കൂടി നമുക്ക് ഈ വേർഡ്സിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് ഈ വരികൾക്കൊപ്പം നോക്കാം. ഒരുപാട് പേർക്ക് അറിയാം, അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ്. നാളിൻ செய்யும் வினைதானின் செய்யும் உனை நாடி வந்த கோளின் செய்யும் கொடும் கூற்றின் செய்யும் குமரேசர் இரு தாளும் சிலம்பும் சதங்கையும் தண்டையும் ஷண்முகமும் தோளும் கடம்புം எனக்கு മുൻപേ വന്ന് തോன்றிടിനേ. എൻ്റെ പ്രശ്നങ്ങൾ, എനിക്ക് നേരെ വരുന്ന പ്രശ്നങ്ങൾ ഞാൻ അറിയുന്നതിലും മുൻപ് നീ അറിഞ്ഞ് എനിക്ക് മുൻപിലായും പിൻപിലായും എനിക്കൊപ്പവും വന്ന് നിൽക്കുന്ന നാഥ, മുരുക, സെന്തിലാണ്ടവ, കന്ത, കടമ്പ, കതിർവേല, ആറുമുഖനെ, ആറുപടയപ്പനെ, പഞ്ചാമൃത പ്രിയനെ, ഓം ശരവണഭവ. എല്ലാ പുകഴും മുരുകനുക്ക്.